ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഗിഫ്റ്റ് ഫ്രം ഖത്തറാണ് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ റൂക്കാൻ്റെ ഉമ്മയും ഉപ്പയും ഖത്തറിൽ പോയിട്ടുണ്ടായിരുന്നു. ആളുടെ ബ്രദറും വൈഫൊക്കെ അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ 1 മന്തിലേക്ക് അവർ വിസിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മൂന്നാൾക്കും കുറച്ച് സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് ഇത്. ഇത്രയും വലിയ കവറിൽ നിറച്ച് നമുക്ക് മൂന്നാൾക്കുള്ള സാധനങ്ങളാണ്. പിന്നെ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ തീർന്നു കേട്ടോ. നമ്മൾ കഴിച്ച് തുടങ്ങി. കാരണം 3 days ആയി. അതൊന്നും കാണിക്കുന്നില്ല. ഈ കവറിൽ ഉള്ള കുറച്ച് എനക്കും ലുക്കാക്കും അതിനുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയതിൽ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ കവറിൽ ഞാൻ ഓരോന്ന് എടുത്ത് വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വലിയ കവറാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിലുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ മേലിലുള്ളത് ലുക്കാർക്കൊരു ടീഷർട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് നല്ല ഒരു ടീഷർട്ട് കേട്ടോ. ഒരു ബ്ലൂ കളർ ടീഷർട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ടീഷർട്ടാണ്. ടീഷർട്ട് പിന്നെ ലുക്കാർക്ക് കൊണ്ടുവരുന്ന ടീഷർട്ടൊക്കെ ഞാനും ഇടാറുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു വലിയ ടോപ്പ്. ഇപ്പം എനിക്ക് അത്യാവശ്യം XL, XXL ഒക്കെ ഡ്രസ്സ് വാങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു ടോപ്പ് കേട്ടോ. നല്ല പ്രിൻ്റായിട്ട് വരുന്ന ഒരു ടോപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്കിഷ്ടമായിട്ടോ, നല്ലൊരു ടോപ്പാണ്. അതാണ് സെക്കൻഡ്. ഓക്കെ, പിന്നെ വിൻ്റർ വെയർ. ഇതും ലൂക്കാക്ക് കൊണ്ടുവന്ന ഒരു സ്വെറ്റർ, ഒരു വിൻ്റർ വെയറാണ് കേട്ടോ. ഇവിടെ വിൻ്ററൊന്നും ഇല്ല, പക്ഷേ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ലൊരു സ്വെറ്റർ. ഇത് ഞാനും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു സ്വെറ്ററാണ് കേട്ടോ. അതാണ് അടുത്തത്. പിന്നെ വരുന്നത് ഈ ഒരു ടീഷർട്ടിൻ്റെ തന്നെ ബർമുഡയാണ് കേട്ടോ. പേരായിട്ട് വരുന്നതാണ്. നല്ല ഒരു ബർമുഡ. പിന്നെ ലുക്കാക്ക് കുറച്ച് സോക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും ഇടും. പിന്നെ അതിനൊന്ന് ഒരു ഡോഗ് കേട്ടോ, ഡാൻസിങ് ഡോഗ്, വാക്കിംഗ് വിത്ത് ലൈറ്റ് ഫ്ലാഷിംഗ് ഒക്കെ പറഞ്ഞിട്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഇത് ഒക്കെ കുറേ ദിവസമായിട്ട് ഇന്നലെയും മെന്നാന്നായിട്ട് ഇത് ഓപ്പൺ ആക്കാൻ നോക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ ഏതായാലും അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. നല്ലൊരു ക്യൂട്ട് ഡോഗാണ് കേട്ടോ. നല്ല ക്യൂട്ട് ഡോഗാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ബാറ്ററി ഒക്കെ ഇടണം കേട്ടോ. ബാറ്ററി ഇല്ല. ബാറ്ററി ഇട്ടിട്ട് ഇത് വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതിനൊന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് അൺബോക്സ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയ്യോ, ഇത് കയറുന്നില്ലല്ലോ ഇവിടെ. പിന്നെ ഈ ചെവി, പിന്നെ ഇവിടെയൊക്കെ ലൈറ്റാണ്. സോ ലൈറ്റ് വെച്ചുകൊണ്ട് ഇത് നടക്കും എന്നാണ് പറയുന്നത്. പിടിക്കണ്ട, നേരത്തെ പിടിച്ച് കളിക്കുന്നേ. അതിന് നല്ല ഉറക്കമാണ് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. അവളെ കുളിപ്പിച്ചിട്ട് ഞാൻ ഉറക്കിയതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തത് ഒരു അതിനൊന്ന് സ്വെറ്റർ പാൻറ്റും അതുപോലെ തന്നെ ടീഷർട്ടുമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിൻ്റർ വെയർ ആണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സെറ്റ്. അപ്പോൾ അതുണ്ട്. പിന്നെ അതിന് കുറച്ച് ബാത്തിങ് ടോയ്സ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, അവൾക്ക് ബാത്ത് ടബ് വാങ്ങി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബാത്ത് ടോയ്സ് ആണ് കേട്ടോ ഇത്. അപ്പം അവൾക്ക് കളിക്കാൻ, പിന്നെ അവൾ ഇപ്പം എല്ലാം കൈനെ കൊണ്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നല്ല സൗണ്ടാകുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ അവൾക്കിത് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ.
അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 3 ടോയ് അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ബാത്ത് ടബിൽ. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അവൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇതും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് ഓൾറെഡി പുതിയതാണ്, ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത് നമുക്ക് ഇവിടെ എത്താം. പിന്നെ അതിനൊരു നല്ലൊരു പാൻറ്റാണ് കേട്ടോ കൊണ്ടുപോയി. അതിന് മാഷാള്ള അവൾ ജനിച്ചതും തൊട്ട് അവൾക്ക് കുറച്ച് നല്ല ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഓരോന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം അടുത്തത് ഇങ്ങനെ ഒരു നല്ലൊരു പാൻറ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് അതിനൂന് തന്നെ ഒരു ക്യാപ്പും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റായിട്ട് വരുന്നൊരു റോംബർ, ചെറിയൊരു റോംബർ. നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ അവൾക്ക് ഇപ്പം ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ക്യാപ്പും പിന്നെ അതിന് ഇതാണ് കേട്ടോ, നല്ലൊരു ക്യൂട്ട് റോംബർ. പിന്നെ അതിൻ്റെതായ പിന്നെ നമ്മൾ ഇവിടെ കിട്ടുന്നത്. പിന്നെ അതിന് ഒരു സ്പെക്സ് ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് അതിൻ്റെ ഒപ്പം ഒരു നല്ലൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഒരു ലാവൻഡർ കളറ് ഹെയർ ബാൻഡ്, നല്ല ക്യൂട്ട് ഹെയർ ബാൻഡാണ്. എനിക്കിങ്ങനെ ബേബി ഗേൾസിനൊക്കെ ടോയ്സും അങ്ങനെ ഇങ്ങനത്തെ ഹെയർ ബാൻഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കൊരു ഗേൾ ബേബി ആയതുകൊണ്ട് ഐ എം സോ ഹാപ്പി. ഇത് പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നൊരു ഹെയർ ബാൻഡ്. ഇതിപ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കാനായിട്ടില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഇതിട്ട് കൊടുക്കും. ഇത് അവൾക്ക് ഇപ്പോൾ ഇന്നത്തെ ടൈപ്പിനായിപ്പോൾ അവൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ, ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഒരു നല്ലൊരു സ്പെക്സ്, നല്ലൊരു സ്പെക്സാണ് കേസ്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. ഒരു ക്യൂട്ട് ഫോട്ടോ ഫ്രെയിം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോട്ടോ ഫ്രെയിം. പിന്നെ ലൂക്കാക്ക് നല്ലൊരു സ്പ്രേ. ഇത് ഊതിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഇത് ഇങ്ങനൊരു പാക്കേജിലായിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല സ്മെല്ലാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതും ഒരു ഊത് സ്പ്രേ ആണ് കേട്ടോ. ഓൾറെഡി ലൂക്കാക്ക് കൊണ്ടുവന്ന സാധനമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, സ്പ്രേ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു സ്പ്രേ. പിന്നെ ഇത് എനിക്കുണ്ട്. ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഇതും എനിക്ക് കൊണ്ടുവന്ന ഒരു ഊതിൻ്റെ സ്പ്രേ ആണ് കേട്ടോ, ഫോറെവർ ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. എനിക്കിങ്ങനെ ആദ്യമൊന്നും സ്പ്രേനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാൻ. എനിക്ക് ഇങ്ങനെ അവർ ഖത്തറിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ എനിക്ക് കൊണ്ടുതരായിരുന്നു സ്പ്രേ ഒക്കെ. അങ്ങനെ ഞാൻ അതിൽ യൂസ്ഡായി. അപ്പം ഗൈസ്, ഇതാണ് സ്പ്രേ. നല്ലൊരു ക്യൂട്ട് ബോട്ടിലാണ് കേട്ടോ. നല്ലൊരു, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു ക്യൂട്ട് ഫോറെവർ ഗുഡ് എന്ന് എഴുതിയിട്ട് നല്ലൊരു ക്യൂട്ട് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് നോക്കാം. അടിപൊളി സ്മെല്ലാണ്. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. നല്ല. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നു കേട്ടോ കുറച്ച് സ്പ്രേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്തത് അഡിഡാസിൻ്റെ ഒരു സ്പ്രേ ആണ് കേട്ടോ. ഇത് ലൂക്കാക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതും നല്ല സ്മെല്ലാണ്. ഇത് ഇങ്ങനെ ഒരു ബോട്ടിലാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മൾ സ്മെൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ വരുന്നത്
ഖത്തറാണ് കേട്ടോ. അയിനൂൻ്റെ ഡ്രസ്സിനൊക്കെ ഡി ലവ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഡി ലവ് നോ ആൽക്കഹോൾ. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ എഴുതിയത്. ഇത് നല്ല സ്മെല്ലാണ്. ഞാൻ ഇന്നലെ അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റിൽ, ഇങ്ങനെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റിലാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ഊതിൻ്റെ സ്മെല്ല് തന്നെയാണ് ഇത്. അപ്പം അങ്ങനെ ഇതൊന്ന്. പിന്നെ എനിക്കൊരു പാൻറ്റ്, ഇങ്ങനെ പോക്കറ്റൊക്കെ ഉള്ളൊരു പാൻറ്റാണ് കേട്ടോ. ഞാനിപ്പം ഇങ്ങനത്തെ ജീൻസിനേക്കാളും ഇങ്ങനത്തെ ലൂസ് പാൻറ്റാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ഇപ്പം ഇങ്ങനത്തെ ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു സീബ്ര ലൈൻസ് പോലെ ആയിട്ടുള്ളൊരു പാൻറ്റ്, നല്ല സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഇങ്ങനത്തത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം അത്. പിന്നെ അടുത്തത് ഒരു ചെറിയൊരു ബാഗാണ് കേട്ടോ. അതിനൊന്നെ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ പാമ്പേഴ്സ് കാര്യങ്ങൾ, അതിന് ഓൾറെഡി ഒരു കിറ്റ് ഉണ്ട് പാമ്പേഴ്സ്. അപ്പം ഏകദേശം അത് കുറച്ച് മോശമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് പുതിയൊരു ബാഗ് വാങ്ങിച്ചതാണ് കേട്ടോ. അതിൽ പാമ്പേഴ്സ്, അതിനോട് കുറച്ച് ഡ്രസ്സ്, ഇപ്പം അത്യാവശ്യം പോകുമ്പോഴൊക്കെ ഈ ഒരു ബാഗ് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. ഇത് നല്ല ക്യൂട്ട്. ഇവിടെ ഇങ്ങനെ സിബ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ സിബ്. 3 സിബാണുള്ളത്. നല്ല ഒരു കുറച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള. പിന്നെ ഇവിടെയും ഒരു സിബുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഇത്രയും സാധനങ്ങൾ കിട്ടിയപ്പോൾ. ഐ എം സോ ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ പറയണമെന്ന് അറിയില്ല. അപ്പം ഇതാണ് കേട്ടോ എനിക്ക് കൊണ്ടുതന്ന ബാഗ്. പിന്നെ അതിനൂന് കുറച്ച് ക്ലിപ്സ്, കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ വെക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്ന ഒരു കുറച്ച് നല്ല കളർഫുൾ ക്ലിപ്സാണ് കേട്ടോ അടുത്തത്. പിന്നെ ഉള്ളത് അതിനൊരു നല്ല ക്യൂട്ട് സ്വെറ്ററാണ് കേട്ടോ. ക്യാപ്പൊക്കെ ആയിട്ട് ക്യൂട്ട് സ്വെറ്റർ. നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല, ഇപ്പോൾ ഒന്നും പ്ലാനിങ് ഇല്ല ഇതുവരെ. അപ്പം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ കണ്ണൂർ എന്തായാലും ചൂടാണ് ഗൈസ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനൊരു നല്ലൊരു സ്വെറ്ററാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിനാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയത് കേട്ടോ. ഇങ്ങനെ ഒരു ക്യൂട്ട് ഫ്രോക്കാണ് ഗൈസ് വാങ്ങിയത്. നല്ല ക്യൂട്ട് ഫ്രോക്കാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫ്രോക്ക്. നല്ല ക്യൂട്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ എനിക്ക് വേറെ ഒരു പാൻറ്റ്, അതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റായിട്ട് വരുന്നത് കേട്ടോ. സോഫ്റ്റായിട്ട് ഈ ഒരു പാൻറ്റ്. പിന്നെ ഒരു ബ്ലാക്ക് പാൻറ് ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ ഉമ്മ കൊടുത്തട്ടോ. എനിക്ക് ഓൾറെഡി ഒരു ബ്ലാക്ക് പാൻറ് ഉള്ളത് കൊണ്ട് ഞാനത് ഉമ്മ കൊടുത്തു. അപ്പം ഇങ്ങനൊരു പ്രിൻ്റ്. പിന്നെ വന്നിട്ടുള്ളത് അതിനൊരു ഒരു ടീഷർട്ടാണ് കേട്ടോ. നല്ല ക്യൂട്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളൊരു പാൻറ്, എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് തന്നെയാണ്. എന്നാൽ പാൻറ്റില്ലേ അതിൻ്റെ പേരാണ് കേട്ടോ ഈ ഒരു ടീഷർട്ട്. നല്ല ക്യൂട്ട് ടീഷർട്ട്. സോ അങ്ങനെ അതിന് തന്നെ കുറേ ഡ്രസ്സ് ഇപ്പം തന്നെ ആയി. പിന്നെ ലാസ്റ്റായിട്ട് കഴിഞ്ഞു കേട്ടോ ഈ ഒരു കവർ നിറച്ചു സാധനങ്ങളുടെ എല്ലാം കഴിഞ്ഞു. പിന്നെ അതിന് തന്നെ ക്യൂട്ടായിട്ടുള്ള ഷൂസ്, നല്ല ഒരു ക്യൂട്ട് ഷൂസ്. അതിന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവളെ വാർഡ്രോബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് അത്യാവശ്യം കുറേ ഷൂസും സ്ലിപ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ഇതും കുറച്ച് വലുതാണ്. അപ്പോൾ അവൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഗൈസ്. സോ ഇതാണ് ലാസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർ 4 ആളും കൂടി എനിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് റുക്കാക്ക് ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ, മൂത്തതാണ് ബ്രദർ. അപ്പോൾ ആളുടെ വൈഫും ഒരു കുട്ടിയാണ് കേട്ടോ ഖത്തറിലുള്ളത്. അപ്പോൾ അവരും പിന്നെ ഉപ്പയും ഉക്കാൻ്റെ ഉമ്മയും ഉപ്പയും. അപ്പം അവർ പോയ സമയത്ത്
കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. സോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. സ്പ്രേ ആയിക്കഴിഞ്ഞാലും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറേ സംഭവങ്ങൾ അവർ വാങ്ങിച്ചെന്ന് ചിലപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാനായാലും വീക്കായാലും ഇവളാണെങ്കിലും പിന്നെ കുറച്ച് വലുതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ ഇങ്ങനെ ഓരോ വീഡിയോ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ കുട്ടി വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്യുക. സോ ബൈ.